മുഖ്യമന്ത്രി ഡൽഹിയിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച ഇന്നുണ്ടാകും. സാമ്പത്തിക സഹായം ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ പിണറായി മോദി കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. വയനാട് പുനരധിവാസം, അതുപോലെ തന്നെ എയിംസ്, ദേശീയപാത വികസനം എന്നിവയിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെയുള്ള കൂടിക്കാഴ്ചയ്ക്ക് രാഷ്ട്രീയ പ്രാധാന്യവും ഏറെയാണ്. കൂടുതൽ വിവരങ്ങളുമായി കെ പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, മുഖ്യമന്ത്രി ഇന്നലെ 4 മന്ത്രിമാരുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തിയത്. കേരളത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതൊക്കെ എത്രത്തോളം നിർണായകമായിരിക്കും? അമ്പിളി, ഗുഡ് മോർണിംഗ്. ഏതായാലും വയനാട് തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വയനാട്ടിൽ ദുരന്തമുണ്ടായതിനു ശേഷം പ്രധാനമന്ത്രി നേരിട്ടെത്തി സാഹചര്യങ്ങൾ വിലയിരുത്തിയതാണ്. പക്ഷേ അതിനുശേഷം തന്ന കേന്ദ്ര സഹായത്തിന്റെ കാര്യത്തിൽ വലിയ കുറവാണ് ഉണ്ടായത്. 2221 കോടി രൂപയാണ് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. പക്ഷേ അതിൽ 260 കോടി രൂപ മാത്രമാണ് തന്നത്. അതിൽ തന്നെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി പറഞ്ഞ തുകയിലും കുറച്ചാണ് അമിത്ഷാ അധ്യക്ഷനായ സമിതി അംഗീകരിച്ചത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്നലെ അമിത്ഷായുമായി മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച നടത്തിയത്. ഈ മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ആഭ്യന്തരമന്ത്രിയുമായി മുഖ്യമന്ത്രി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത് ആദ്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയായിരുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, മുഖ്യമന്ത്രി മാധ്യമങ്ങളുടെ കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തിയില്ലെങ്കിലും മുഖ്യമന്ത്രി മടങ്ങി വന്ന ശേഷമുള്ള അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ ചില ഉറപ്പുകൾ ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അക്കാര്യത്തിൽ ഒരു വിശദീകരണമോ വിലയിരുത്തലോ ഒക്കെ തന്നെ ഈ വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ ഈ കൂടിക്കാഴ്ച തുടർച്ചയായി തന്നെയാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുമായി 11 മണിക്ക് മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നത്. ആ കൂടിക്കാഴ്ചയിൽ ഈ മന്ത്രിമാരുമായി നടത്തിയ ചർച്ചയുടെ കാര്യങ്ങൾ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി അറിയിക്കും. പ്രധാനമന്ത്രി കൂടി ഇടപെട്ട് ഇക്കാര്യങ്ങൾ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും ഒക്കെ ചെയ്യും. വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എയിംസ് ആണ്. കേരളത്തിൽ ഇപ്പോൾ എയിംസ് എവിടെ വേണമെന്ന ചർച്ചയിലാണ് പ്രധാനമായി നടക്കുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എയിംസ് എവിടെയായാലും കുഴപ്പമില്ല, വളരെ പെട്ടെന്ന് എയിംസ് അനുവദിക്കണം എന്നുള്ളതാണ്. സ്ഥലം ഏറ്റെടുത്തു കൊടുക്കാൻ തയ്യാറാണ് എന്ന കാര്യങ്ങളെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അക്കാര്യത്തിലാണ് JP നദ്ദയുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തിയത്. അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പരിശോധിക്കുകയും വിലയിരുത്തുകയും ഒക്കെ ചെയ്യും. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് GST പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഏകദേശം 8000 കോടി രൂപയുടെ നഷ്ടം സംസ്ഥാനത്തിന് ഉണ്ടാകും എന്നുള്ള വരുമാന നഷ്ടം ഉണ്ടാകുമെന്നാണ് വ്യക്തമാക്കുന്നത്. ആ കാര്യത്തിൽ കൂടിയുള്ള നിർണായക ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും വലിയ പരിപാടികളും ഒക്കെ തന്നെ സമരവും ഒക്കെ തന്നെ കേരളത്തിൽ നടക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഈ കൂടിക്കാഴ്ച എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മാത്രമല്ല, തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരികയും ചെയ്തിട്ടുണ്ട്. ഈ കൂടിക്കാഴ്ചകൾ ഇപ്പോൾ നമ്മൾ ഈ അറിയുന്നത് പോലെ ഇത് പരസ്യമാണെങ്കിലും പക്ഷേ ഇതിന്റെ ബാക്കി കൂടിക്കാഴ്ചകൾ നടത്തുന്ന സമയവും കാര്യങ്ങളും എല്ലാം തന്നെ വളരെ രഹസ്യമായിട്ടായിരുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അമിത്ഷായുമായി നടത്തിയ ചർച്ചയിൽ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പ്രധാനമന്ത്രിയുമായുള്ള ചർച്ച സമയത്ത് തന്നെ ഇന്നലെ ഒപ്പമുണ്ടായിരുന്ന 2 മന്ത്രിമാരും നാട്ടിലേക്ക് മടങ്ങുന്ന സാഹചര്യമുണ്ട്. ഇങ്ങനെ ഓരോ വകുപ്പുമായി ബന്ധപ്പെട്ട അവരവരുടെ വകുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ മാത്രമാണ് അവർ പങ്കെടുക്കുകയും ചെയ്തത്. നദ്ദയുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയിൽ സംസ്ഥാന ആരോഗ്യമന്ത്രി പങ്കെടുത്തില്ല എന്നുള്ളത് കൂടി നമ്മൾ ചേർത്ത് വായിക്കണം. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയങ്ങളൊക്കെ തന്നെ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളോട് ചർച്ചയായിട്ടുണ്ടോ എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. അമ്പിളി.